ഹായ്, അപ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സോയാബീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ വാ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് സോയാബീനാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചെറിയ സൈസ് സോയാബീൻ കേട്ടോ. ഇതാണ് ഒന്നും കൂടി നന്നാവുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഉള്ളിയാണ്, പിന്നെ 4 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ തൽക്കാലത്തിന് ഈ ഒരു ഉള്ളിയുടെ ഹാഫ് പോർഷൻ മതി. അപ്പോൾ നമുക്ക് മറ്റേ ഹാഫ് പോർഷൻ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഹാഫ് പോർഷൻ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കുറച്ച് പീസുകളായിട്ട് ജസ്റ്റ് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഞാൻ ഇട്ടെടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അതൊരു 1/2 ടീസ്പൂൺ വീതമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. അത് ഞാനൊരു 1/2 ടീസ്പൂൺ വീതം അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള സോയാബീൻ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ സോയാബീൻ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അരച്ചിട്ടുള്ള ഈ ഒരു അരപ്പ് എന്നുള്ളത് നമുക്ക് ഈ സോയാബീനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഈ അരപ്പ്. നമ്മുടെ ഉള്ളി ജസ്റ്റ് ഞാൻ ക്രഷ് ചെയ്തിട്ടിട്ടേ ഉള്ളൂ. നമുക്കിതൊന്ന് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമുക്കിനി പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച മസാല ഓൾറെഡി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് സെറ്റായിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്ത അപ്പം തന്നെ സോയാബീനിലെ വെള്ളം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇറങ്ങും. ആ ടൈമിൽ നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കാം. അപ്പോൾ 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം കാര്യങ്ങളൊക്കെ പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കൂടി റോസ്റ്റ് ചെയ്തെടുക്കാമേ. ഈ സമയത്ത് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി അത് ഞാൻ ഇവിടെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ട് റോസ്റ്റ്? സൂപ്പർ ആണോ?